നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡും ആഴ്സണലും തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ കളി. തീവറക്കുന്ന പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ക്ലിയർ അഡ്വാൻറ്റേജ് ആഴ്സണലിനുണ്ട്. ആദ്യ പാദത്തിൽ ഡെക്ലാൻ റൈസിൻ്റെ കിടിലൻ 2 ഫ്രീ കിക്ക് ഗോളുകൾ, 3-0 ലീഡുമായിട്ടാണ് അവർ വരുന്നത്. എന്നാൽ റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളൊക്കെ സംസാരിക്കുന്നത് തിരിച്ചുവരവിനെക്കുറിച്ചാണ്. റമൻഡോള ഇവിടെ വെച്ച് ഞങ്ങൾ തിരികെ വരും എന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ ഉള്ളത്. അത് വിനിയാവട്ടെ, അതുപോലെ റോഡ്രിഗോ ആവട്ടെ, ബെല്ലിങ്ങാം ആവട്ടെ, റൂഡിഗർ ആവട്ടെ, എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബെല്ലിങ്ങാം പറഞ്ഞത്, ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഏറ്റവും അധികം ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുകൊണ്ടിരുന്ന വാക്ക് റമൻഡോള എന്നുള്ളതായിരുന്നു എന്ന്. ഇപ്പോൾ മൈക്കൽ ആർട്ടിറ്റ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു റയലിൻ്റെ കംബാക്കുകളെക്കുറിച്ച്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, അവർക്ക് കംബാക്കുകളെക്കുറിച്ച് സംസാരിക്കാം, ഞാനത് മനസ്സിലാക്കുന്നു, അത് അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഇത്തരം സെനാരിയോകളിൽ കംബാക്കിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു റൈറ്റ് അവർ നേടിയെടുത്തിട്ടുണ്ട്. അത് അവരുടെ പ്രകടനങ്ങളിലൂടെ നേടിയെടുത്തതാണ്. പക്ഷേ ഞങ്ങളുടെ കാര്യം ഡിഫറൻ്റാണ്, ഞങ്ങളുടെ മൈൻഡ് സെറ്റ് ഡിഫറൻ്റാണ്. ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ അവരെ മത്സരത്തിൻ്റെ ക്രൂഷ്യൽ ആസ്പെക്റ്റുകളിൽ മറികടക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ആഴ്സണലിൻ്റെ കോച്ച് പറഞ്ഞത്. എന്തായാലും പോരാടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ആഴ്സണൽ ബെർണാബുവിലേക്ക് എത്തുന്നത് എന്നർത്ഥം. എന്ത് സംഭവിക്കുമെന്ന് രാത്രി കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.